യേശു കർത്താവിൻ്റെ 3.5 കൊല്ലത്തെ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോൾ, യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി 30 കൊല്ലം 30 വയസ്സുവരെ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്ന കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ സമയമായി താൻ പുറത്തോട്ടിറങ്ങുമ്പോൾ താൻ ഒറ്റയ്ക്കാ തന്നെ. യോഹന്നാൻ്റെ കൈക്കിൽ സ്നാനമേൽക്കാൻ വരുമ്പോൾ യേശു ഒറ്റയ്ക്കാ, കൂടുതൽ കൂട്ടമില്ല. ആ 30 വയസ്സുവരെ യേശു അറിയപ്പെടുന്നത് ജോസഫിന്റെ മകൻ, മറിയയുടെ മകൻ, തച്ചന്റെ മകൻ. ഇവന്റെ സഹോദരങ്ങൾ നമ്മുടെ ഇടയിലില്ലയോ? ഇങ്ങനെയൊക്കെയുള്ളൊരു ടോക്ക് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ വലിയ കൂട്ടം യേശുവിന് കൂടെ വന്നു. എന്നാൽ കുറേ ദിവസം കഴിഞ്ഞ് യേശു ക്രൂശിതനായി ഗോൽഗോഥ എന്ന മലയിൽ ആ ക്രൂശുമേന്തി കർത്താവ് കിടക്കുമ്പോ അതിലുണ്ടോ തന്റെ തല ചായ്ക്കുവാൻ, തന്റെ പ്രാണനെ വിടുന്നതിന് തൊട്ടു മുൻപേ തന്റെ തല ചായ്ക്കുവാൻ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. 3.5 കൊല്ലം കൂടെ നടന്ന ശിഷ്യന്മാരില്ലായിരുന്നു. അത്ഭുതം കണ്ട ആരുമില്ലായിരുന്നു. യേശുവിൽ നിന്ന് നന്മ പ്രാപിച്ച ആരും യേശുവിൻ്റെ ഒപ്പം ഇല്ലായിരുന്നു. ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ സ്വന്തം ചുമലിൽ തല ചായ്ച്ച് കർത്താവ് പ്രാണനെ വിട്ടു. എന്നാൽ ഒരു ദിവസം ഈ കർത്താവിന് ഒരു ഉയർപ്പ് സംഭവിച്ചു. ഈ ഉയർപ്പ് സംഭവിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങി 3 പേരെയല്ല, 12 വരെയല്ല, 80 പേരെയല്ല, 120 പേരല്ല. പിന്നെ നമ്മൾ കാണുന്നത് അത് 1000ങ്ങളിലേക്ക് മാറി, 10,000ങ്ങളിലേക്ക് മാറി. കർത്താവ് പറഞ്ഞ വാക്ക് അവിടെ നിവർത്തിയായി. യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ശിഷ്യന്മാർ എഴുന്നേറ്റു. കൂട്ടമായി എഴുന്നേറ്റു. ഒരു ഉയർപ്പിന്റെ ശക്തി ഇന്നു പകൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ഉയർപ്പിന്റെ നാൾ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ഉയർപ്പിന്റെ ദിവസം ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരു ഉയർപ്പ് ഈ അവസ്ഥയിൽ നിന്ന് ഉണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.